നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരു അൺസൈസ് ആയിട്ടുള്ള ഒരു സോഫയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലായിട്ട് ക്യാരി ചെയ്യാനോ ഇടാനോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 7 ഫീറ്റ് ലെങ്ത്തിൽ വരുന്ന ഒരു സോഫയാണ് നിങ്ങൾ പ്ലാനെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ അത് നമ്മൾ ജോയിന്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒറ്റ സോഫയായിട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ 7 ഫീറ്റ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത്തിന് കുറച്ച് അല്പം ചിലപ്പോൾ കുറവ് വരാൻ ചാൻസ് ഉണ്ട് ഫ്രെയിമിനൊക്കെ. അപ്പൊ അതിന് പകരം സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു കൗച്ച് നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ മിനിമൽ ആയിട്ട് ഒരു ഐവറി ആൻഡ് വുഡും മിക്സ് ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ ആണ്. ഫാബ്രിക് എന്ന് പറഞ്ഞാൽ റെക്സിൻ വരുന്നത് വാഷബിൾ ആണ്. നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിച്ച് റബ്ബ് ചെയ്താൽ നമുക്ക് ക്ലീൻ ആവുന്ന ടൈപ്പ് ഇതാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ വുഡിന്റെ ഫ്രെയിം വന്നേക്കുന്നത് ടീക്ക് വുഡിന്റെ ഫ്രെയിം ആണ് വന്നേക്കുന്നത്. ഇതിന്റെ ഹാൻഡ് റെസ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ടായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതേപോലെ റൈറ്റ് സൈഡിൽ ഒരു ബോക്സി ലുക്ക് വരുന്നതും നമുക്ക് ഇതിന്റെ സൈഡിൽ നമുക്ക് ന്യൂസ് പേപ്പർ അങ്ങനെ എന്തെങ്കിലും ബുക്സ് എന്തെങ്കിലും വയ്ക്കാൻ പറ്റുന്ന ഒരു സ്പേസും കൂടി ഉണ്ട് നമുക്ക് ഇതിന്റെ സൈഡിൽ തന്നെ. ഇന്റീരിയറിന് ചേരുന്ന രീതിക്കാണ് നമ്മളിത് ചെയ്ത് കസ്റ്റം ചെയ്തെടുത്തേക്കുന്നത്. വാളിന്റെ കളറും ഈ ഒരു കളറും എല്ലാം ബേജ് സിമ്പിൾ ആൻഡ് മിനിമലായിട്ടാണ് നമ്മൾ വാമും അതേപോലെ തന്നെ ഈ വുഡും കോമ്പിനേഷനും അതിൽ തന്നെ റൂമിനകത്ത് ഉള്ള മൊത്തത്തിലുള്ള ഒരു വാം ലുക്കും വാം കളറും ചെറിയ ഗ്രീനറിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ പ്ലാന്റും ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്.